നമ്മുടെ കൊച്ചു പയ്യനെ കൊലപ്പെടുത്തിയ ആ മനുഷ്യന്റെ അമ്മയുടെ ഒരു വീഡിയോ കണ്ടു. കുറെയൊക്കെ ഇവരൊക്കെ തന്നെയാണ് ഈ മക്കൾ ഇങ്ങനെയൊക്കെ ആവാനായിട്ട് കാരണം. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മക്കളെ ശിക്ഷിച്ച് നേരെയാക്കാൻ ശ്രമിക്കാതെ അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അമ്മമാര് അവര് തന്നെയാണ് മക്കൾ ഇതുപോലെ ആക്കുന്നത്. എന്റെ പൊന്നുമോൻ ഇങ്ങനെയൊന്നും ചെയ്യില്ലാന്ന് എന്താ കരഞ്ഞു മഴുകണ് കണ്ടു നോക്കിട്ട. എന്റെ പൊന്നുമോൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ എപ്പോഴും പറയുന്നു. ഈ പൊന്നുമോൻ അങ്ങനെ ചെയ്യില്ല, ചെയ്യാതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയത്. 91 മുറിവുകള്. ആ കുട്ടി ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറയുന്നു. ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം എന്താന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പക്ഷെ ഉള്ളില് ആന്തരികമായിട്ട് രക്തസ്രാവം അതുപോലെ മുറിവുകളൊക്കെ പറ്റി കഴിഞ്ഞിട്ട് ഭക്ഷണം ഇറക്കുമ്പോ വേദന ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ആ കൊച്ചു ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ചിലപ്പോ തല്ലും, ചിലപ്പോ ചവിട്ടിപ്പോ വീണതായിരിക്കാം. ഇതൊക്കെ ഈ പറഞ്ഞ സ്ത്രീ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് ചെയ്യല്ലേ എന്ന് പറയാനുള്ള ഒരു സന്മനസ് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നുമോനെ കൊച്ചിനെ കൊല്ലില്ല, അതെനിക്ക് ഉറപ്പാണ്. കണ്ടില്ലേ, പൊന്നുമോൻ കൊച്ചിനെ കൊല്ലില്ല, കേട്ടില്ലേ നിങ്ങൾ? ഈ ലോകം മൊത്തം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല, എന്റെ മോൻ കൊല്ലുമില്ല. ഈ ലോകം മൊത്തം പറഞ്ഞാലും വിശ്വസിക്കില്ല. എങ്ങനെ വിശ്വസിക്കുക? ഈ സ്ത്രീയാണ് ഏറ്റവും പഠിച്ച കള്ളി. ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ കൊലപാതക പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം. കാരണം ഇത്രയൊക്കെ സംഭവങ്ങൾ കണ്ടിട്ടും ഒന്നും തടസ്സപ്പെടുത്താനോ പിന്നെയും ആ മകനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് കൊണ്ട് ഈ സ്ത്രീക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വേണം തീരുമാനിക്കാനായിട്ട്. സ്വന്തം മകന്റെ കുഞ്ഞല്ലല്ലോ. അപ്പൊ പിന്നെ ഈ സ്ത്രീക്കും ഇതിൽ പങ്കുണ്ടാവും. ഈ സ്ത്രീനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. കൊല്ലാൻ വേണ്ടി ചെയ്യൂല, പിന്നെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയെന്നുള്ള അത് അവന് മാത്രമേ അറിയാവൂ, എനിക്കറിയില്ല. അവനും അറിയാം, ആ കുട്ടിക്കും അറിയാം, എനിക്കറിയില്ല. കൊല്ലാൻ വേണ്ടി ചെയ്യില്ല, പിന്നെ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിയെന്ന് അവന് മാത്രം അറിയുള്ളൂ. ഇതിനു മുമ്പ് ആ മനുഷ്യന്റെ ആദ്യത്തെ ഭാര്യ തലയൊക്കെ ചുമരം മേടിപ്പിച്ചിട്ട് ഇപ്പൊ കോമ സ്റ്റേജിലാണ്. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ. ഇതൊന്നും ഈ സ്ത്രീ അറിഞ്ഞില്ലാവോ? ഒന്നും ചെയ്യാത്ത, ഒന്നും അറിയാത്ത പാവം കുട്ടി. കൊണ്ട് എന്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്നതാ, ഞാൻ അറിഞ്ഞുകൊണ്ട് തെളിവ് നശിപ്പിച്ചതാ. ആ കൊച്ചിനെ കൊല്ലാൻ കൂട്ടുനിന്നതോ അല്ല. എനിക്ക് 2 ചെറുകുട്ടികളുണ്ട്. ഞാനും എന്റെ മോനെ 2.5 വയസ്സിൽ എന്റെ മോന്റെ വാപ്പ ഉപേക്ഷിച്ചിട്ട് പോയതാ. എങ്ങനെ പോവാതിരിക്കും? കയ്യിരിപ്പ് ഇതല്ലേ. ഞാൻ അത്രമേലെ കഷ്ടപ്പെട്ട എന്റെ മോനെ ഞാൻ വളർത്തിയത്, മോനെയും മോളെയും. ലോകത്ത് കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന ഒരേ ഒരു അമ്മ. എന്താല്ലേ? എന്റെ പൊന്നു മോൻ വെള്ളം പോലും കുടിച്ചാന്ന് എനിക്ക് അറിയില്ല. എന്റെ പൊന്നുമോന് വെള്ളം കുടിച്ചോ എന്നറിയില്ല. ഈ പൊന്നുമോൻ ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാറുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അത്രമേലെ ആവശ്യതയായി എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം അടിച്ച് പൊട്ടിച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞിന്റെ കഴുത്തെല്ലാം ഒടിഞ്ഞതാണെന്ന് അറിയില്ല. ഇങ്ങനെ കുമ്പിട്ട് കിടന്ന് വലിച്ച് പോലീസറമ്മൽ വലിച്ചെടുത്തോണ്ട് പോകുന്ന രംഗമാണ് കണ്ടത്. കുഞ്ഞിന്റെ കഴുത്ത് അടിച്ചു പൊട്ടിച്ചിരിക്കുന്നത്. ആ മരിച്ച കുട്ടികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടോ? എത്ര നാളുകൊണ്ടായിരിക്കാം ആ കൊച്ചിന് ഇങ്ങനെയുള്ള മുറിവുകളും അപകടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്? എത്ര നാളായിട്ട് ആ കൊച്ചു സഹിക്കുന്നതായിരിക്കാം. അപ്പൊ അത് കാണുന്ന അതിന്റെ ബന്ധപ്പെട്ടവർക്കും അതിന്റെ ഉറ്റവർക്കുമുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കഴുത്ത് ഒടിക്കല്ല, കഴുത്ത് കണ്ടിക്കാണ് വേണ്ടത്. അതിന്റെ ഇടയിൽ കൂടെ നാട്ടുകാരെ കൊച്ചിനെ അടിക്കുന്നു, എറിയുന്നു, മൂക്കിലിടിക്കുന്നു. ഇതേ രംഗങ്ങളാണ് കണ്ടത്. ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഇതൊന്നല്ല ചെയ്യേണ്ടത്. അത് കണ്ടിട്ട് ഞങ്ങൾ ആരും ഇതുവരെ മാനസികമായിട്ട് ഞങ്ങൾക്ക് ആർക്കും പുറത്തിറങ്ങാനുള്ള മാനസികം ഇതുവരെ മനസ്സ് വന്നിട്ടില്ല. നിങ്ങളിനി പുറത്തേക്ക് ഇറങ്ങണ്ട. പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരെല്ലാരും കൂടി തല്ലുകൊല്ലും. അകത്തിരിക്കുക നല്ലത്. ഇങ്ങനെയുണ്ട് കുറെ അമ്മമാര്. മക്കളൊക്കെ എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് തിരുത്താനോ അവർ ചെയ്തതൊക്കെ ശരിയാണെന്ന് സമർത്ഥിച്ച് അവരെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കാത്ത കുറെ അമ്മമാർ. അതായത് മക്കളുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ പേരൻസിന് ഒരുപാട് പങ്കുണ്ട്. കുട്ടിക്കാലം തൊട്ട് താൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ആരോടും മറുപടി പറയണ്ട, അത് മൈൻഡ് ചെയ്യണ്ട എന്ന്
ഒരു ധാരണ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള മാതാപിതാക്കൾ ചെയ്യണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒരു കുട്ടി വേറൊരു കുട്ടിയായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ വന്നിട്ട് എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത് ഞാൻ എന്ത് ചെയ്താലും എന്റെ രക്ഷിതാക്കൾ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധാരണയാണ്. അപ്പൊ അവർ തെറ്റിൽ നിന്ന് കൂടുതൽ തെറ്റിലേക്ക് പോവുള്ളൂ. സ്നേഹം എന്ന പേര് പറഞ്ഞിട്ട് മക്കൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുക, അവരെ തെറ്റുകൾ മറച്ചു വെക്കുക, അവർ തന്നെയാണ് ഈ മക്കൾക്ക് ക്രിമിനൽ മൈൻഡ് ഉണ്ടാക്കാനുള്ള വളം വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയും മക്കളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. മക്കളെ സ്നേഹിക്കുന്നതും അവരെ ന്യായീകരിക്കുന്നതും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. സ്നേഹമുള്ള മാതാപിതാക്കളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റിനെ തിരുത്തി അവരെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട, അല്ലാതെ അവരെ കൂടെ നിൽക്കല്ല വേണ്ടത്. ഈ സ്ത്രീ ശരിക്കുള്ള ഒരു അമ്മയായിരുന്നെങ്കിൽ എന്റെ മകൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടണം എന്ന് പറയാണ് വേണ്ടത്. ഇത്രയൊക്കെ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഞാനൊന്നും അറിഞ്ഞില്ല, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയണ അമ്മമാരെയൊക്കെ എന്തിനാ ചെയ്യണ്ടേ? എന്തായാലും ഇതിലൊക്കെ ഈ അമ്മയ്ക്ക് നല്ല മനസ്സറിവുണ്ടായിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇവർക്കൊക്കെ തക്കതായ ശിക്ഷ തന്നെ സർവേശ്വരൻ കൊടുക്കട്ടെ, അല്ലെ?